ഹൈ ഫ്രണ്ട്സ്, AB360 സ്റ്റുഡിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു CAD ഫയൽ AutoCAD പാൻ ഇമ്പോർട്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിനായി നമ്മളൊരു ഫ്ലോർ പ്ലാൻ ഓപ്പൺ ചെയ്യുക. ഏത് ലെവലിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി നമുക്ക് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നമുക്ക് രണ്ട് വിധത്തിൽ CAD ഫയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഒന്നിട്ട് ഇമ്പോർട്ട് CAD അല്ലെങ്കിൽ ലിങ്ക് CAD. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ലിങ്ക് CAD എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു CAD ഫയൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ AutoCAD എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് റിവിറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ ഇമ്പോർട്ട് CAD എന്ന് വെച്ചാൽ ഇമ്പോർട്ട് CADൽ നമ്മൾ ഈ CADൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിവിറ്റിൽ അത് അപ്ഡേറ്റ് ആകില്ല. അതാണ് ചേഞ്ച്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ ഇമ്പോർട്ട് CAD ആണ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ട് CAD നമ്മുടെ ഫയല് AutoCAD പ്ലാൻ സെലക്ട് ആക്കുക. ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ നമ്മൾ ഷെയർഡ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഫയലല്ല, ഇത് സാധാ AutoCAD പ്ലാൻ. അപ്പോൾ നമ്മൾ ഇത് ഒറിജിനൽ അങ്ങനെ ഏതെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് കറണ്ട് വ്യൂ ഓൺലി ആണെങ്കിൽ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ലെവൽസിലും ഇത് കാണുന്നതാണ്. എന്നിട്ട് ഓപ്പൺ അടിക്കുക. ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി പിന്നഡ് ആയിട്ടാണ് ഉണ്ടാവുക. നമുക്ക് അൺപിൻ ചെയ്തിട്ട് അലൈൻ ചെയ്ത് വെക്കാനോ മൂവ് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു AutoCAD ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.